നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു CPMകാരിയുടെ ധാർഷ്ട്യത്തിന്, അതും കണ്ണൂരിൽ നിന്നുള്ള സഖാവാണ് എന്നുള്ള അഹന്ത കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത PP ദിവ്യ. അവരോട് ക്ഷമിക്കാൻ കേരള സമൂഹം തയ്യാറല്ല. അതിനോടൊപ്പം തന്നെ ജനങ്ങൾ ഒരുപോലെ ഒരാൾക്ക് നേരെ ശാപവാക്കുകൾ എറിയുന്നുണ്ട്. ആ കസേരയിലിരിക്കാൻ നിങ്ങൾ ഒട്ടും യോഗ്യനല്ല എന്ന് കേരള സമൂഹം ഒന്നടങ്കം പറയുന്നത് കളക്ടർ അരുൺ കെ വിജയന്റെ കാര്യത്തിലാണ്. അന്നത്തെ ആ യോഗത്തിലേക്ക് കയറി ചെന്ന് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന സമയത്തൊക്കെ തന്നെ, PP ദിവ്യ അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്ന സമയത്തൊക്കെ തന്നെ ഈ കളക്ടറിന്റെ ശരീരഭാഷ എല്ലാവരും കണ്ടതാണ്. ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. തൻ്റെ സഹപ്രവർത്തകനെ ഒരാൾ ഒരു വേദിയിലേക്ക് കയറി വന്ന് നിന്ന് ആക്ഷേപിക്കുമ്പോൾ കളക്ടർ ചിരിച്ചുകൊണ്ട് തലകുനിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു നവീൻ ബാബുവിനെ ദിവ്യയ്ക്ക് മുന്നിൽ പിടിച്ചിട്ട് കൊടുക്കുകയായിരുന്നു ഈ കളക്ടർ എന്ന്. അതിന് പിന്നാലെ, അതായത് ഈ യോഗം നടക്കുന്നതിന് മുൻപ് തന്നെ കളക്ടറിന്റെ ഫോണിലേക്ക് PP ദിവ്യയുടെ കോള് വരുന്നതും, അത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ കളക്ടറും PP ദിവ്യയുമായി കോർത്തിണക്കി നമുക്ക് ചിന്തിച്ചാൽ ഒരുപാട് സംശയങ്ങൾ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളൊക്കെ തന്നെ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ PP ദിവ്യയെ ജനങ്ങൾ വെറുക്കുകയാണ്. ശരിക്കും അവർ അകത്താകണം, അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കണം എന്നൊക്കെ ചില സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് അത്രത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളാണ് PP ദിവ്യക്കെതിരെ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത്. അതായത് അത്രത്തോളം സ്ത്രീകളുടെ മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. കാരണം താലി അറുക്കപ്പെട്ടത് മഞ്ജുഷയ്ക്കാണ്. ആ 2 കുട്ടികൾക്ക് അച്ഛനില്ലാതായത്, അതൊക്കെ കേരള സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ ഒരു തരത്തിലും അതിനോട് പൊറുക്കാൻ തയ്യാറല്ല. PP ദിവ്യയ്ക്ക് നേരെ ഏറ്റവും കൂടുതൽ ശാപവാക്കുകൾ എറിയുന്നതും മലയാളി സ്ത്രീകൾ തന്നെയാണ്. ഈ വിഷയത്തിൽ കളക്ടറിന്റെ കാര്യത്തിൽ അവിടേക്ക് കൂടി ചില ചർച്ചകൾ വരേണ്ടതുണ്ട്. അത്ര നിഷ്കളങ്കനൊന്നുമല്ല ഈ കളക്ടർ. അതായത് ഈ സംഭവത്തിന് ശേഷം ഏറെ നിഷ്കളങ്കമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നല്ലോ കളക്ടർ. എന്നാൽ പഠിച്ച കള്ളനാണ് എന്ന് മലയാളികൾ പറയുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നവീൻ ബാബു മരിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ കണ്ണൂരിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതും തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഈ കളക്ടറുടെ കൃത്യമായ ഇടപെടലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ തിരക്കിട്ട് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു സമയം. ആ സമയത്ത് ഈ കുടുംബത്തിൽ നിന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ ഇവിടേക്ക് വിളിച്ചു പറയുന്നുണ്ട്. അതായത് അരുൺ കെ വിജയനെ ബന്ധപ്പെട്ടുകൊണ്ട്, അയാളെ ഫോണിൽ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കളക്ടറേറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥരോടെല്ലാം തന്നെ ഈ കുടുംബം നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു ആവശ്യം, ഞങ്ങൾ വരാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങരുത്, ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇതിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാവൂ എന്നാണ്. എന്നാൽ അവിടെ CPM കൃത്യമായി ഉപയോഗിച്ചത് ഈ കളക്ടറിനെയാണ്. കളക്ടർ ആ സമയം ആ കുടുംബത്തോട് പറയുകയാണ്, എൻ്റെ നേതൃത്വത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ്. മഞ്ജുഷയും മറ്റു ബന്ധുക്കളും കളക്ടറിന്റെ വാക്ക് വിശ്വസിച്ചു. അവിടെയാണ് ഏറ്റവും വലിയ ഒരു പിഴവ് ആ കുടുംബത്തിന് സംഭവിച്ചത്. നമുക്കറിയാം, അവർ ഏറ്റവും തകർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അവർക്ക് കഴിയുന്ന ഒരു അവസരമല്ല. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ഈ കളക്ടറിന്റെ വാക്ക് അവർ വിശ്വസിക്കുന്നു, മറ്റു നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നു. ഇതിന് ശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പറ്റിയ രണ്ടാമത്തെ പിഴവാണ്, അദ്ദേഹത്തെ ദഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഒരു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്യാമായിരുന്നു. അത്തരത്തിലൊരു നീക്കമായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം നടത്തിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം നടത്തി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്നുള്ളതിൽ, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്നുള്ളതിലൊക്കെ കൂടുതലൊരു വ്യക്തത വരുത്താമായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡിയിൽ പുറമേ വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആന്തരികമായി ഉള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അതൊരു വലിയ പിടിവള്ളി തന്നെയായിരുന്നു ആ കുടുംബത്തിന്. എന്നാൽ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ആ കുടുംബം ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം, ഒരു അഴിമതി ആരോപണത്തിൽ തൻ്റെ ഭർത്താവിനെ കുരുക്കുന്നു, പിന്നീട് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് വീഡിയോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു,
അത്തരത്തിൽ ആ കുടുംബത്തിന് അവരുടെ സഹനശേഷി, അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത്. അതുകൊണ്ട് അടക്കം ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ദഹിപ്പിക്കേണ്ടതില്ല, അടക്കം ചെയ്യാം എന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ ആ കുടുംബത്തിന് കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല എന്ന് വേണം ഉറപ്പിച്ചു പറയാൻ. കാരണം പാർട്ടിക്കാരാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചതും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയതുമെല്ലാം. ഈ കൃത്യമായും കണ്ണൂരിലെ CPM നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദം പത്തനംതിട്ട CPMന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ ഒക്കെ തന്നെ നമുക്കത് വ്യക്തമാകുകയും ചെയ്യുന്നതാണ്. ഇതുമാത്രമല്ല, തുടക്കം മുതൽ തന്നെ CPM ഇതൊരു ആത്മഹത്യയാണ് എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നല്ലോ. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ പക്ഷെ പിന്നീട് മഞ്ജുഷയ്ക്ക് പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ തോന്നുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കളക്ടറിന്റെ നീക്കങ്ങൾ. ആദ്യം ആ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ കളക്ടർ പിന്നീട് അക്ഷരാർത്ഥത്തിൽ ആ കുടുംബത്തിന്റെ കാല് വാരുന്ന ഒരു സമീപനമാണ് നടത്തിയത്. തൻ്റെ ക്യാബിനിലെത്തി നവീൻ ബാബു പറഞ്ഞു തനിക്ക് തെറ്റുപറ്റിയെന്ന്. ആ ഒരൊറ്റ കളക്ടറിന്റെ ആ ഒരു ഒറ്റ പ്രസ്താവനയിലാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. അപ്പോൾ അവിടെ ദിവ്യയെ സഹായിക്കുന്ന ഒരു സമീപനമാണ് കളക്ടർ സ്വീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങ് ഡൽഹിക്ക് പാക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിക്ക് അയക്കുന്നു എന്നൊക്കെയാണ് സർക്കാർ വെച്ചലക്കിയിരിക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല. കളക്ടറിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണുപോയാൽ അത് ദിവ്യയ്ക്ക് ഗുണകരമാകില്ല. അതുതന്നെയാണ് ഇവരുടെ മറ്റൊരു പേടി. മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയക്കാരെ പോലെ പല കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനൊന്നും അരുൺ കെ വിജയന് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കളക്ടർ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ കളക്ടറിനെ ഡൽഹിക്ക് പാക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവർ കടപടലം അടികിട്ടി നിൽക്കുന്നത്, അതായത് CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ CPMും സർക്കാരും ആവർത്തിച്ചത് CBI അന്വേഷണം വേണ്ട. എന്നാൽ CBI അവരുടെ നിലപാട് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി അനുമതി നൽകിയാൽ ഞങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ഇതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അടി. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് കോടതി മഞ്ജുഷയ്ക്ക് പിടിവള്ളിയായി ചില കാര്യങ്ങൾ അങ്ങോട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിരുന്നു നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ മഞ്ജുഷയ്ക്ക് പോലും ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം, എന്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിച്ചു എന്നുള്ളത്. ശരീരം അടക്കം ചെയ്താൽ മതിയായിരുന്നു, ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ സംഭവിച്ചു പോയി. അതിൽ ഇനിയിപ്പോൾ നമുക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൽ ഖേദിച്ചിട്ടോ കാര്യമില്ല. ഇനി കൃത്യമായി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കോടതി എണ്ണി ഓരോ പോയിന്റുകളായി മഞ്ജുഷയ്ക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും. അതായത് മഞ്ജുഷയ്ക്ക് പിഴവ് സംഭവിക്കരുത്, അതുകൊണ്ട് ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് കോടതി പറഞ്ഞു വെക്കുന്നത് പോലെയായിരുന്നു ഇന്നത്തെ ഓരോ പ്രസ്താവനകളും കോടതിയുടേതായി വന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നവീൻ ബാബു കൊല്ലപ്പെട്ടു എന്ന് പറയാൻ എന്താണ് സംശയമായി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പാർട്ടി ഇടപെട്ടതുകൊണ്ട് ഇത് അട്ടിമറിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മഞ്ജുഷയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു. കോടതിയിൽ വാദങ്ങൾ ഉയരുമ്പോൾ അതിനെല്ലാം ഖണ്ഡിക്കാൻ മഞ്ജുഷയ്ക്ക് കെൽപ്പുണ്ടാകണം. മഞ്ജുഷയുടെ അഭിഭാഷകർക്ക് ഒരു ഘട്ടത്തിലും പതറിപ്പോകരുത്. അതിന് കോടതി തന്നെ അവർക്ക് ഊർജം പകർന്നു കൊടുക്കുകയായിരുന്നു. PP ദിവ്യയ്ക്കുള്ള കുരുക്കാണ് കോടതി കൂടി മുറുക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇനി എല്ലാം അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതാണ്. എന്ത് നിലപാട് വേണമെങ്കിലും ഹൈക്കോടതിക്ക് തീരുമാനിക്കാം. CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളതിൽ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടേതാണ്. കേരള സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടും എന്നുള്ളത്. കാരണം ഒരു സാധാരണക്കാരനല്ല മരിച്ചിരിക്കുന്നത്, ADMനെ പോലെ ഒരു ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. തൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്ക് ഈ കേസ് ഒരു മാതൃകയാകണം. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി വേണ്ടിയുള്ളതാണ് ഈ കേസ്. ഇനിയും ഒരു നവീൻ ബാബു ഉണ്ടാകരുത്.
സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞ് അതിനെ തള്ളാൻ ഈ CPMകാർക്ക് ധൈര്യമുണ്ടാകരുത്. ഇവർ കൊല്ലും, എങ്ങനെ വേണമെങ്കിലും കൊല്ലും. വാളിന് വെട്ടി ചിതറിച്ചു കൊല്ലും, നാവിൻ്റെ മൂർച്ചയിലും കൊല്ലും. അത് കേരള സമൂഹം കണ്ടു കഴിഞ്ഞല്ലോ. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത് PP ദിവ്യ എന്ന ആ സ്ത്രീയാണ്. അവർക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അവരെയൊക്കെ പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണ്. കേസ് ഡയറി ഇനിയിപ്പോൾ കോടതി കൂടുതലായി പഠിക്കും, വിശദമായി തന്നെ പഠിക്കും. കേസ് CBIക്ക് കൈമാറണമെങ്കിൽ കോടതിക്ക് അതിനാവശ്യമായ തെളിവുകൾ വേണം. അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് എന്നും വീഴ്ചകൾ ഉണ്ടെന്നും തെളിഞ്ഞാൽ മാത്രമേ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറാൻ കഴിയുകയുള്ളൂ. കേസ് ഡയറി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ എന്നാണ് കോടതി നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് കോടതിയും പറഞ്ഞു വെക്കുന്നത് ഞാൻ ഈ കേസിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നത് തന്നെയാണ്. അങ്ങനെ പുറമേ നോക്കുകയല്ല ഈ കേസിന്റെ കാര്യത്തിൽ വേണ്ടത്. അതിന്റെ ഉള്ളറകളിലേക്ക് ഇഴകീറി പരിശോധിച്ച് ഇറങ്ങിച്ചെല്ലണം. അവിടെ ഓരോയിടത്തും CPMന്റെ കുടിലത തെളിഞ്ഞു കാണാം. കേസുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ മൊഴിയെടുത്തു, എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി മുഴുവൻ കാര്യങ്ങളും കേസ് ഡയറിയിലുണ്ടാകും. കേസ് അന്വേഷണത്തിന് CBI വരേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള കാരണം വേണം. അത് കേസ് ഡയറി പരിശോധിച്ച് മനസ്സിലാക്കാമെന്നാണ് കോടതിയുടെ നിലപാട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണെന്നും സർക്കാരിനോട് കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെയും സർക്കാരിന്റെ ചില കളികൾ ഉണ്ടായിരുന്നു. പുറമേ മുറിവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കോൺഫിഡന്റോടെയാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. അപ്പോഴത്തെ ഒരു ചോദ്യമാണ്, ആന്തരികമായ എന്തെങ്കിലും മുറിവ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഇത് മാത്രമല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു, കഥ കടച്ചിട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ കയറ് കൊണ്ടുവരുന്നു. ഇതിലൊക്കെ ദുരൂഹതകൾ ഏറെയാണ്. ഇത്രത്തോളം ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസിനെ ഒരു ആത്മഹത്യ എന്ന് ഒറ്റ വാക്കിൽ എഴുതി ചേർക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുന്നത് മുതലല്ല, അതായത് അധിക്ഷേപം നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന് അധിക്ഷേപിക്കുന്നത് മുതലല്ല ഇതിന്റെ തുടക്കം. അതിനു മുൻപ് അദ്ദേഹത്തിന് എത്രയോ മുൻപ് പത്തനംതിട്ടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയതാണ്. എന്നിട്ടും ഈ കളക്ടർ അവിടെ എന്തിനു പിടിച്ചു നിർത്തി? അവിടം തൊട്ട് തുടങ്ങുന്നതാണ് ദുരൂഹതകൾ. അതിനു മുൻപ് CPMനെ വേവലാതിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഫയല് നവീൻ ബാബുവിന്റെ പക്കലെത്തിയോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ക്വാറി മാഫിയ, അവിടുത്തെ മണ്ണ് മാഫിയ, ഭൂമാഫിയ തുടങ്ങിയ ഒരുപാട് മാഫിയകളുമായി ഈ CPMന് വളരെ വലിയ ബന്ധമുണ്ട്. അതായത് ഒരു വലിയ മാഫിയ സംഘമാണ് CPM കണ്ണൂരിൽ. അവർക്ക് പൊള്ളുന്ന എന്തെങ്കിലും ഒരു തീരുമാനം, എന്തെങ്കിലും ചില കാര്യങ്ങൾ അത് നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഇവർ ദിവ്യയെ സംരക്ഷിക്കുന്നതിൽ കേരളം കണ്ടതാണല്ലോ. അവർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെ പോയി സ്വീകരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, പൊട്ടിക്കരയുന്നു. അതൊക്കെ കേരളം കണ്ടതാണ്. അതൊന്നും കേരളം മറക്കില്ല. അന്ന് തന്നെ കേരളത്തിന് ബോധ്യപ്പെട്ടതല്ലേ ഇവർ ഇരയ്ക്കൊപ്പമല്ല, പകരം വേട്ടക്കാരിക്കൊപ്പമാണ് എന്ന് CPM അന്നേ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ CPM ദിവ്യയെ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത്. അവർ പൊതുപരിപാടികളിൽ എത്തുന്നു, അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീയാണ്. ഇത് കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിൽ പ്രതിയായ ഒരു സ്ത്രീയാണ്. ഇവരെയാണ് CPM ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന ചില നീക്കങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. PP ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കവും CPM തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്ന പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് മയ്യിൽ ഡിവിഷനിലെ NV ശ്രീജിനി രാജിവെച്ച ഒഴിവിലേക്കാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജാമ്യം ലഭിച്ച PP ദിവ്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NV ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഡിസംബർ 11 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. PP ദിവ്യയെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ്. കണ്ണൂർ ADM പത്മചന്ദ്ര കുറുപ്പാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത്. നേരത്തെ ADM നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോഴാണ് CPM PP ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒക്കെ നീക്കം ചെയ്തത്. അത് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ്. എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. ഇരിണാവ് ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത്. സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ PP ദിവ്യയ്ക്ക് പൂർണ്ണമായ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ.
പാർട്ടി അഭിഭാഷകനായ കെ വിശ്വനാണ് ദിവ്യയുടെ കേസ് വാദിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതും വിശ്വന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ്. അതൊക്കെ കേരളം കണ്ടതാണല്ലോ. കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും ഒക്കെ എത്തിയിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമല്ലേ ഇവർ പി ദിവ്യയ്ക്കൊപ്പമാണ് എന്ന് തെളിയാൻ. കോടതി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ CPM ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പേക്കൂത്തുകളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്. അതെല്ലാം മുന്നിൽ വെച്ചായിരിക്കും കോടതി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. 12-നാണ് കേസിൽ ഈ വാദത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കുക. അവിടെ ഹൈക്കോടതി മഞ്ജുഷയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് കേരള സമൂഹം ഒന്നടങ്കം പറയുകയാണ്. കാരണം ആ കുടുംബത്തിന് നീതി കിട്ടണം. അല്ലെങ്കിൽ ആ മനുഷ്യനെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ഇവർ ആ മനുഷ്യനെ ചവിട്ടി താഴ്ത്തി ആ കുടുംബത്തെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ ദിവ്യയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും നടത്തും. ഇപ്പോഴും അതുതന്നെയല്ലേ അവർ നടത്തുന്നത്. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർ ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നത്? പാർട്ടിയോ സർക്കാരോ ആ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മഞ്ജുഷ സ്വയം ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നതും. എന്തായാലും ആ കുടുംബത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകട്ടെ. പി ദിവ്യ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന മറ്റൊരു തല കൂടിയാണ് കളക്ടർക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു കൈയുണ്ട് എന്ന് പല ഘട്ടത്തിലും പല വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കളക്ടറുടെ കാര്യത്തിലും ഒരു തീരുമാനം വേണം. ഈ കേസിൽ പ്രതി ചേർക്കണം. ഇപ്പോൾ പ്രതി ചേർക്കാതെ കളക്ടറിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ ഭരണകൂടം. പക്ഷേ കോടതി ഇടപെട്ട് ഈ കളക്ടറെ കേസിൽ പ്രതി ചേർക്കണം. കളക്ടർക്കും പറയാൻ ഒരുപാടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.